നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ചൈനയിലാണ്. ചൈനയുമായി ചില പ്രത്യേക വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് എന്നാണ് ട്രംപ് പറയുന്നത്. എന്നാൽ ഇറാൻ വിഷയം ചർച്ച ചെയ്യാനാണ് ചൈനയിലേക്ക് പോകുന്നത്. അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമോ? ഈ വിഷയം ചർച്ച ചെയ്ത് യുദ്ധം നിർത്താമെന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കരാറുകൾ, എന്തെങ്കിലുമൊക്കെ വ്യാപാര ബന്ധങ്ങൾ സ്ഥാപിക്കാൻ കഴിയുമോ എന്നുള്ളത് തന്നെയാണ് ട്രംപ് ചിന്തിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള വ്യവസായ പ്രമുഖന്മാരെയൊക്കെ ട്രംപ് കൂടെ കൂട്ടിയിട്ടുണ്ട്. എന്തായാലും ചൈനയിലേക്ക് വരുന്നതിന് മുമ്പ് ചൈനീസ് പ്രസിഡന്റ് അദ്ദേഹം ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങളൊരു ചുവപ്പ് വര വരച്ചിട്ടുണ്ട്. ആ ചുവപ്പ് വര മറികടന്നുകൊണ്ട് അതിനപ്പുറത്തേക്കുള്ള വിഷയങ്ങളിലൊന്നും നിങ്ങൾ ഇടപെടണ്ട. മനുഷ്യാവകാശ പ്രശ്നങ്ങളുണ്ട്, ഞങ്ങളുടെ രാജ്യത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുണ്ട്, തായ്വാൻ വിഷയമുണ്ട്. അതായത് അതൊക്കെ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം, അക്കാര്യത്തിലൊന്നും നിങ്ങൾ ഇടപെടണ്ട എന്നുള്ളൊരു മുന്നറിയിപ്പ് ഇവിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കൊടുത്തിട്ടുണ്ട് എന്ന ചില വാർത്തകൾ വരുന്നുണ്ട്. അതേസമയം ട്രംപ് ആകട്ടെ ഇവിടെ ചൈനയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ മാധ്യമങ്ങളോട് നടത്തിയ ഒരു പ്രതികരണമുണ്ട്. അതായത് ഇറാൻ പ്രശ്നം ചർച്ച ചെയ്യുന്നതിനല്ല പോകുന്നത്, ഇറാൻ വിഷയം അവസാനിപ്പിക്കുന്നതിന് ചൈനയുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് ഒരു മുൻകൂട്ടി ഇവിടെ ട്രംപ് ഒരു വെടിപൊട്ടിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ട്രംപ് പോകുന്നത് ഇറാൻ വിഷയം സംസാരിക്കുന്നതിന് തന്നെയാണ്. എന്തെങ്കിലുമൊക്കെ ചൈനയിൽ നിന്ന് വാങ്ങിച്ചെടുത്ത് വിലപേശി ഈ യുദ്ധം നിർത്താൻ കഴിയുമോ? തടി ഉരുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ ചൈനയോട് പറഞ്ഞ് ഈ വിഷയത്തിൽ ഇടപെടിച്ച് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ കഴിയുമോ എന്നുള്ള ചിന്തയുമുണ്ട്. എന്നാൽ അത് നാളെ വാർത്തയാകാതിരിക്കാൻ വേണ്ടി, വാർത്തയാകുന്ന സമയത്ത് ആ വിഷയത്തെ മറികടക്കാൻ ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്ന പരിപാടിയാണ് ട്രംപ് കാണിച്ചത് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇത് നേരത്തെ ഒരു കഥയുണ്ടായിരുന്നു. അതായത് ഒരു കുട്ടിയോട് അച്ഛൻ പറഞ്ഞു, എന്നെ ചോദിച്ച ആരെങ്കിലും ഇവിടെ വന്നാൽ ഞാനിവിടെ ഇല്ല എന്ന് പറയണം എന്ന് പറഞ്ഞ് അച്ഛൻ അങ്ങനെ വീടിന്റെ തട്ടുംപുറത്ത് കയറി ഒളിച്ചു. എന്തായാലും അച്ഛനെ അന്വേഷിച്ച് പോലീസോ മറ്റാരോ, അച്ഛൻ ഇഷ്ടപ്പെടാത്ത ആരോ വീട്ടിൽ വന്നു. ആ കുട്ടിയുടെ ആ ഒരു നിഷ്കളങ്ക സ്വഭാവമാണല്ലോ, നിഷ്കളങ്കനാണല്ലോ, കുട്ടിക്ക് കളങ്കമറിയില്ലല്ലോ. കുട്ടി വന്ന ആളോട് പറഞ്ഞു, അച്ഛൻ തട്ടുംപുറത്തും ഒന്നുമില്ല, അച്ഛൻ അവിടെ ഇല്ല, തട്ടുംപുറത്തില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് വന്ന ആളുകൾക്ക് കാര്യം മനസ്സിലായി. അവർ നേരെ കയറി തട്ടുംപുറത്തു നിന്നും അച്ഛനെ പൊക്കി. തട്ടുംപുറത്തൊന്നും അച്ഛൻ ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറയുന്ന ആ ഒരു മാനസിക വളർച്ച മാത്രമേ ആ കുട്ടിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതിലപ്പുറം ചിന്തിക്കാനുള്ള ഒരു ബുദ്ധി ഉണ്ടായിരുന്നില്ല, ഒരു തിരിച്ചറിവ്, വകതിരിവ് ആ കുട്ടിക്ക് ആയിട്ടില്ല. അതുകൊണ്ടാണ് അത് അങ്ങനെ പറഞ്ഞത്. ഇത് ട്രംപ് ഒരു വകതിരിവില്ലാത്ത ഒരു കുട്ടിയുടെ മനസ്സുള്ള, അതായത് വിവരമില്ലാത്ത, ബുദ്ധിയില്ലാത്ത ഒരു പരിപാടിയാണ് കാണിച്ചത്. ചൈനയിലേക്ക് ഞങ്ങൾ പോകുന്നത് ഇറാനുമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയല്ല എന്ന് ട്രംപ് മുൻകൂട്ടി പറഞ്ഞപ്പോൾ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാനായി. പിന്നീട് ചൈനയുമായി ബന്ധപ്പെട്ട് ചൈനയിൽ നിന്നുമുള്ള വിവരങ്ങൾ പുറത്തു വന്നു. അതായത് ഒരു ചുവപ്പ് വര ഞങ്ങൾ വരച്ചിട്ടുണ്ട്, ആ വര മറികടന്നുകൊണ്ട് ആവശ്യമില്ലാത്ത വിഷയത്തിലൊന്നും ഇടപെടണ്ട, ഇറാനുമായി ഞങ്ങൾക്ക് വ്യാപാര ബന്ധങ്ങളുണ്ട്, ആ വ്യാപാര ബന്ധവുമായി ബന്ധപ്പെട്ട് അതിൽ ഇടപെടാനോ അഭിപ്രായം പറയാനോ അമേരിക്ക വരേണ്ടതില്ല. തായ്വാൻ വിഷയം അത് ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം, അതിലും അമേരിക്ക ഇടപെടേണ്ടതില്ല. മനുഷ്യാവകാശ പ്രശ്നങ്ങളുണ്ട്, അക്കാര്യത്തിലും ഇടപെടേണ്ടതില്ല. അമേരിക്കയുടെ കാര്യം നോക്കുക, അവിടുത്തെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുക. പിന്നെ ഒരു സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ ചർച്ച ചെയ്യാൻ കഴിയുന്ന ചില വിഷയങ്ങളുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഗുണമുള്ള വിഷയങ്ങൾ. അത് ചർച്ചയാകാം. ഞങ്ങൾക്കും ലാഭം വേണം, നിങ്ങൾക്ക് മാത്രം പോരാ. അങ്ങനെ നിങ്ങൾക്ക് മാത്രം മതി എന്ന് പറഞ്ഞ് ഇറാനോടും അതുപോലെ തന്നെ മറ്റു ചില രാജ്യങ്ങളോടുമൊക്കെ കാണിച്ച ആ തിണ്ണമെടുക്ക് ഇവിടെ കാണിക്കണ്ട എന്ന് ചൈന വളരെ കൃത്യമായി ട്രംപിനോട് പറഞ്ഞിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ്. എന്തായാലും ഒരിക്കൽ കൂടെ ട്രംപ് ഇപ്പോൾ നടത്തുന്ന ഈ നീക്കവുമായി ബന്ധപ്പെട്ട് ട്രംപ് നാണം കെട്ട ഗതികെട്ട ഒരവസ്ഥയിലാണ് ഈ നീക്കം നടത്തുന്നത് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.